ആയിക്കോട്ടെ, ഞാൻ പോയി വരാം. ഇത് കഴിഞ്ഞിട്ടേ ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ആ കൈപ്പങ്ങന്റെ ഇടയിലെ പുല്ലൊക്കെ ഒന്ന് കളഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ടോ. പിന്നെ കുട്ടികൾ ചായ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഇവിടെ ഷെഡിലുണ്ടാവും. ഏറ്റവും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളണ്ടി. ആയിക്കോട്ടെ. പൈസനും ഉണ്ടല്ലോ. ഇവിടെ വാപ്പ പോയത് ഇത് കൃഷിത്തോട്ടത്തിനാണ് പറഞ്ഞേ. അപ്പേ ആഹാ വാപ്പതാ അവിടെ. ഞങ്ങൾ വേണ്ടില്ല. പിന്നെ ഞങ്ങൾ കൊറേ തെരഞ്ഞല്ലോ. എന്റെ കുട്ടി പോന്നേ? ഈ വെയില് നല്ല വെയിലാണ്. കുട്ടി പോയിക്കോളിയാ, പെരേക്ക് പോയിക്കോളി. ഞാൻ പെരേക്ക് പോകാനൊന്നല്ല, ഇച്ച് ടൂർ പോകണം. അതിന് പൈസക്ക് ഞാന് വെയിലൊക്കെ ഞാനും കൊറേ കൊള്ളലുണ്ട്. വെയിലിന്റെ ഊക്കോണ്ട് ഇപ്പച്ചിന്റെ കുട്ടീനോണ്ട് പറഞ്ഞാ കുട്ടിക്ക് സങ്കടായോ? ഒന്നുമില്ല, ഇച്ച് ടൂർ പോകാൻ പൈസ ആണ്. അതാ നിങ്ങള് പൈസ തരി. ഇപ്പച്ചിന്റെ കുട്ടിയല്ലേ ഇപ്പൊ നാരാ ചങ്ങായിമാരൊപ്പം ടൂറ് പോയത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. ഇപ്പച്ചിന്റെ അടുത്ത് പൈസ എത്തില്ലേ? എനിക്ക് 2000 ഉറുപ്പിക ചോദിച്ചു. 2000 ഉറുപ്പിക എനിക്ക് വേണം ടൂർ പോകാൻ. മറ്റേ എന്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. ഓരോരുത്തൊക്കെ ഉണ്ട്. ഓരോ വാപ്പാരൊക്കെ 5000 6000 ഒക്കെ കൊടുത്ത്. എന്റെ അടുത്ത് തേങ്ങയില്ല. ഞാൻ 2000 അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ. തരി, ബാക്കി ഞാൻ അങ്ങനെ ഉണ്ടാക്കിയോളൂ. എത്ര? 2000? അതിന്റെ അമ്മേ. ആ 2000 തന്നെ. 2000 ഞങ്ങൾ എടുത്തില്ലേ? എത്ര ഞങ്ങൾ കിട്ടുക? കുട്ടി ദേഷ്യം പിടിച്ചല്ലേ? എനിക്കറിയില്ലേ, ഞാൻ ഈ മാസത്തെ ലോൺ അടച്ചിട്ടില്ല. റേഷൻ പീടികയിൽ ഐതി വാങ്ങിയില്ല. ഇപ്പച്ചിന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? ഈ മുതലാളിന്റെ അടുത്ത് തന്നെ പൈസ വാങ്ങി ഒരുപാട് പൈസ കൊടുക്കാനാ. ഇവിടുന്ന് കൂലി കിട്ടാനൊന്നുമില്ല. മണി ഐതി പെരയിലില്ല. ഇഞ്ചി ഇമ്മച്ചിനോടൊന്ന് ചോദിച്ചു നോക്കിയാ 10 100 ആണെങ്കിൽ ഇപ്പച്ചി തരാം. 100 ഉറുപ്പിക ഒന്നും വേണ്ട. 100 ഉറുപ്പിക അങ്ങനെ എടുത്തോളൂ. എത്ര 100 ഉറുപ്പിക കിട്ടുക? നിങ്ങൾ തരികയാണെങ്കിൽ ഉടനെ വായ്പയും വാങ്ങി. എന്റെ ഫ്രണ്ട്സുകളൊക്കെ കാത്തുക്കണ്ടിന്നെ. എന്നാ വരി, നിർബന്ധമാണ്. നമ്മൾ മുതലാളിന്റെ അടുത്തൊന്ന് പോയി നോക്കുക. ഇപ്പച്ചിന്റെ കുട്ടി ഇറങ്ങാറായത്. വരി. ഉണ്ടോ പോയി നോക്കാം അവിടെ. കുഞ്ഞാക്ക എന്തേ ചായ കുടിച്ചില്ലേ? മകനാ എത്തേ വെള്ളമായിട്ട് പോന്നതാ. ചായയും വെള്ളമൊക്കെ ഇവിടെ ഉണ്ടായിഞ്ഞല്ലോ. ഓനെ ചായയും വെള്ളമൊന്നും കൊണ്ടുവന്നല്ല. ഓന് ടൂറ് പോകാൻ പൈസ വേണമല്ലോ. നിങ്ങൾ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ ലേശം പൈസ തരും. ഇങ്ങോട്ട് പൈസ ചോദിച്ചാനൊന്നും ബജ്ജേനി. നിങ്ങൾക്ക് ഒരുപാട് പൈസ തരാമല്ലോ അല്ലേ? എന്നാലും വേണ്ടില്ല. ഓന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. ഫ്രണ്ട്സിന്റെ ഒപ്പം പോകാനാണ്. എത്തപ്പത് പണിയെടുത്തതിൽ ഏറെപ്പത് വാങ്ങീന്. വാങ്ങണേനൊന്നും ഒരു കണക്കൊന്നുമില്ല. ഞാൻ ഇപ്പത്ത് തരാനൊന്നുമില്ല. പണി ഇവിടെ ബാക്കിയാണ്. അങ്ങനെ പറയല്ലേ. എത്രയും കാട്ടി 2000 ഉറുപ്പിക തരി. എന്റെ മായും വെയിലൊക്കെ കൊണ്ടുപിടുത്തം വന്നല്ലേ. ഓന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കാത്തുക്കണുണ്ടോലേ. ഇനിയിപ്പോ ഓനത് കിട്ടിയില്ലെങ്കിൽ ഓന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഓനൊരു കുറച്ചില് വരണ്ടേ. ഇന്ന് ഇജ്ജുമായും പറഞ്ഞല്ലേ. ഇന്ന് ഞാനവിടെ തരാം. ഇത് സോലാക്കത്. ഇത് എടുക്കണേനുള്ളത് വാങ്ങിയാൽ മതി. ഇന്നത്തോടുകൂടി ഈ വായ്പ വാങ്ങൽ നിർത്തണം കേട്ടോ. അന്നാന്ന് നയിച്ചോ, അന്നാമത്തെ വാങ്ങിക്കോ. പജിന്റെ കുട്ടിക്ക് ഇജ്ജെന്നോട് വന്ന മകൻ പോയിക്കോട്ടെ. എത്ര കുഞ്ഞാക്കാ? മക്കള് ചോദിച്ചുമ്പോത്തിന് പൈസ വാങ്ങിയാൽ കൊടുക്കരുത്. ഓനെ കൊണ്ടുപോകാൻ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ ഏതായാലും എടുത്ത് തരും. മക്കള് ചോദിച്ചുമ്പോത്തിന് എടുത്ത് കൊടുത്താൽ എന്താ പറ? നമ്മള് പറഞ്ഞൊന്നും ഓല് കേൾക്കൂല. നമുക്കിത് എവിടുന്നാ കിട്ടണമെന്നില്ല ഒന്നും ഓൽക്കറിയില്ല. കുറച്ചൊക്കെ അവനാന്റെ അടുത്ത് കരുതി വെക്കണം. നന്നായിട്ട് വാങ്ങിയാണ്ട് പണി എടുക്കുന്നതിന് മുമ്പ് വാങ്ങിയാണ്ട് ആട് കൊടുക്കലല്ല കേട്ടോ. മക്കൾ ചോദിച്ചുമ്പോ എങ്ങനെ കൊടുക്കാം? അങ്ങനെ കൊടുക്കാൻ പാടില്ല മക്കൾക്ക്. ഇതൊക്കെ ഒരു ഓലൊക്കെ നയിച്ച് ഉണ്ടാക്കി ചേലാകണം. അല്ലാതെ ഇങ്ങനെ കൊടുത്ത് ചേലായാലേ ഓൽക്ക് അതൊരു പണിയാവും കേട്ടോ. ഇത് ഇന്നത്തോടുകൂടി നിർത്തിയാള്. പൈസ കൊടുത്തില്ല എഴുതിയാണ്ട് മക്കള് നമ്മളെ മക്കളാകാതൊക്കെ ഒന്നും ഇല്ല കേട്ടോ. പോയിക്കോ. ഞാൻ എന്നാലേ മകനാട് കയറ്റിട്ട് കൊടുക്കട്ടെ. ഇവിടെ മൊത്തം കാടല്ലേ. ആയിക്കോട്ടെ, ഞാൻ പോയിട്ട് വരാം. അത് മനുഷ്യനാ. തൊള്ളേ കച്ചിട്ടാ കഴിച്ചില്ല. കഴിച്ചാത്തൊരു മനുഷ്യനാ. ആ മനുഷ്യന് കാൽച്ചായ്ക്ക് ആ മനുഷ്യന്റെ പൈസ അല്ല. പിഞ്ഞ് മക്കളൊക്കെ പാടെ അതിനെ ഒരു പരുവത്തിലാക്കിന്.
ഈ ജാതി പൊട്ടി തെറിച്ച മക്കളുണ്ടായ എന്താ അള്ളാ കാട്ടുക?